സോ ഗൈസ് ഇന്നിപ്പോൾ നമ്മൾ നോക്കാൻ പോണത് കൽക്കി 2989 AD എന്ന മൂവിയിൽ വന്ന കുറച്ച് ഹോളിവുഡ് സിനിമകളുടെ ഇൻസ്പിറേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം പൂർണ്ണമായിട്ട് കോപ്പി അടിച്ചായിട്ടില്ല, അവിടെ സിമിലാരിറ്റീസ് ഉണ്ട്. അതാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് വന്നിട്ട് ഇതിൻ്റെ തീം കോസ്റ്റ്യൂംസും സറൗണ്ടിങ്സ് പ്ലേസും എല്ലാ ആംബിയൻസും ഒക്കെ കാണിച്ചിരിക്കുന്നത് നമ്മുടെ ഡ്യൂൺ എന്ന സിനിമയിലെ ആ ഒരു മരുഭൂമി സെറ്റപ്പും കാര്യങ്ങളൊക്കെ ആയിട്ടാണ്. കാണിച്ചിരിക്കുന്നത് അതേപോലെ തന്നെ മാർക്കറ്റ് പ്ലേസിലേക്ക് വരുമ്പോൾ, അതായത് ആ കാശി എന്ന സിറ്റിക്കകത്ത് നടക്കുന്നതൊക്കെ ഏറെക്കുറെ സൈബർ പങ്ക് എന്ന ഗെയിമിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ അതിൽ ഈ ബൗണ്ടി ഹണ്ടിങ് കാര്യങ്ങളൊക്കെ നമുക്ക് മാഡ് മാക്സ് മൂവീസിലൊക്കെ കാണാൻ പറ്റും. ഇതൊക്കെയാണ് ബേസിക് റെഫറൻസ് വന്നിരിക്കുന്നത്. പിന്നെ അടുത്ത് വന്നിട്ട് പ്രഭാസിന്റെ ക്യാരക്ടർ ഡിസൈൻ ചെയ്തിരിക്കുന്നത് എൻട്രി സീനിൽ പ്രഭാസിന്റെ കണ്ണിൽ വെച്ചിരിക്കുന്നത് എക്സ്മാനിലെ സൈക്ലോപ്സിന്റെ സെയിം കൈൻഡ് ഓഫ് ഗാഡ്ജറ്റ് ആണ്. പിന്നെ ഇതിൽ വന്നിട്ട് നമ്മുടെ അന്നാബൻ ചെയ്ത ക്യാരക്ടർ ഡ്യൂണിലെ സാൻഡി ചെയ്ത ക്യാരക്ടറായിട്ട് ഏകദേശം സിമിലർ ആയിട്ട് അപ്പിയറൻസും കാര്യങ്ങളും. പിന്നെ ഇതിൽ വന്നിട്ട് ആ ശംബാല എന്ന സ്ഥലത്തെ കാണിക്കുന്ന ഒരു ഫോഴ്സ് ഫീൽഡ് വെച്ച് പ്രൊട്ടക്ട് ചെയ്തിട്ട് ആർക്കും കാണാത്ത രീതിയിൽ ഇത് രണ്ട് മൂവിയിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. ഒന്ന് വന്നിട്ട് ബ്ലാക്ക് പാന്തറിൽ വക്കാണ്ട ഇതേപോലെ തന്നെയാണ്. അതേപോലെ തന്നെ മെട്രിക്സ് എന്ന മൂവിയിൽ ഒരു സയോൺ പറഞ്ഞിട്ടൊരു പ്ലേസ് ഉണ്ട്. അത് മെഷീൻസ് വന്നിട്ട് അറ്റാക്ക് ചെയ്യാതിരിക്കാനാണ് അവര് ആ സയോണിനെ നോർമൽ വേൾഡ് ഒരുവിധം നശിച്ചു, പക്ഷെ ഈ മെഷീൻസിനെ ആക്സസ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അവർ ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ആണ് വക്കാണ്ടിയും മറ്റുള്ളവർക്ക് കാണാൻ പറ്റില്ല, അതിൽ ഹിഡൻ ആയിട്ടിരിക്കും. അതേപോലെയാണ് ഇവിടെ ശംബാല എന്ന സിറ്റിയും ഇവർ ഡിസൈൻ ചെയ്ത് വെച്ചത്. പിന്നെ ക്ലൈമാക്സിനോട് അടുത്ത് വരുമ്പോൾ നമ്മുടെ പ്രഭാസ് ആ ഒരു റോബോട്ടിൽ വന്നിട്ട് ആ ട്രാൻസ്ഫോം ചെയ്തിട്ട് ഒരു ആളായിട്ട് മാറുന്നുണ്ടല്ലോ, അത് രണ്ട് മൂവിയിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. ഒന്ന് വന്നിട്ട് അറ്റ്ലസിലെ ജെനിഫർ ലോപ്പസ് ഇതേപോലെ ചെയ്യുന്ന ആക്ഷൻ സീക്വൻസിൽ, അതേപോലെ തന്നെ അവതാറിൽ നമ്മുടെ ആ വില്ലൻ അവസാനം ഫൈറ്റ് ചെയ്യണം അതിൻ്റെ സിമിലർ കൈൻഡ് ഓഫ് മെക്കാനിസം ഉള്ള മെഷീനിലാണ്. ഏറ്റവും അവസാനം വന്നിട്ട് ലാസ്റ്റ് എലിവേഷൻ സീൻ അതേപോലെ മെട്രിക്സ് നീയോ ഇതേപോലെ തന്നെ ആയിരിക്കും. അതായത് അവന് ഫസ്റ്റ് ഒക്കെ ഇങ്ങനെ സാധാരണ ഒരു ടെക്കിയായിട്ട് നടക്കുന്ന ഒരു നോർമൽ ലൈഫ്, അത് കഴിഞ്ഞിട്ട് ഇതിൽ എന്താണെന്ന് അറിയാനുള്ള ആകാംക്ഷയിൽ വന്നിട്ട് അവസാനം ഫൈനലി അത് മനസ്സിലാവുമ്പോൾ പുള്ളിക്കാരൻ ആ ഒരു വൈബിൽ എന്താ പറയുക ബുള്ളറ്റ്സിനെയൊക്കെ സ്റ്റോപ്പ് ചെയ്യണ ഒരു സീൻ. അതേപോലെ തന്നെയാണ് ഇതിലും. ഫസ്റ്റൊക്കെ ചുമ്മാ അലസി നടന്നിട്ട് അവസാനം ആരാണ് ഞാനെന്ന് അറിയുമ്പോൾ ആ പവർ പുള്ളി കിട്ടുമ്പോൾ സെയിം ബുള്ളറ്റിന് പകരം ഇതിൽ സ്പേസ് ഷിപ്പാണ് ഐസ്ലോപ്പ് ചെയ്തിട്ട് ആ ഒരു സീൻ ഏകദേശം സിമിലർ. കണ്ടെത്താൻ സാധിച്ച സിമിലാരിറ്റീസ് മറ്റുള്ള മൂവീസുമായിട്ട്. സോ എൻജോയ്.